ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളെവരും കാത്തിരിക്കുന്ന രേവതിയുടെയും സച്ചിയുടെയും ഇന്നത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് തന്നെ നമുക്ക് ഇന്നത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കിടക്കാം. അതിന് മുമ്പായിട്ടാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നുണ്ടെങ്കിൽ ഇത് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചിട്ടില്ലെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെച്ചോളൂ. മാക്സിമം നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്കും കൂടി അടിച്ചിട്ട് നമ്മുടെ വീഡിയോ കാണാൻ വേണ്ടി ശ്രമിക്കണേ. അപ്പോൾ നമുക്ക് നേരെ ഇന്നത്തെ വിശേഷത്തിലേക്ക് തന്നെ കിടക്കാം. അങ്ങനെ വർഷം തിരിച്ചെത്തിയിട്ട് നമ്മുടെ ചന്ദ്രയ്ക്ക് നല്ല തക് ഡയലോഗുകളാണ് തിരിച്ച് കൊടുക്കുന്നത്. അങ്ങനെ നിങ്ങൾ ആര് കോടതിയുടെ ജഡ്ജി വല്ലതാണോ എല്ലാം നിങ്ങളെ പറഞ്ഞ് ബോധിപ്പിച്ചിട്ട് ഇവിടെ നിന്ന് പോകാനായിട്ട് നിന്ന് ചോദിച്ച ഉടനെ തന്നെ നമ്മുടെ സച്ചി ആണെങ്കിൽ അതെനിക്ക് ഇഷ്ടപ്പെട്ടു, അതേതായാലും സൂപ്പറായി, അതേലും കലക്കി, വർഷേ നീ നല്ല വക്കീല് ആകേണ്ടവളായിരുന്നു, അമ്മാതിരി പോയിന്റ് അല്ലേ നീ പറയുന്നത്. അത് പിന്നെ എന്റെ പൊന്നു സച്ചിയുടെ ഞങ്ങൾ തമ്മിൽ വലിയ യുദ്ധമൊന്നും നടന്നിട്ടില്ല. എനിക്ക് പനിയാണ്, എന്റെ കൂടെ നിൽക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും ശ്രീകാന്ത് എവിടെ പോയി? ജോലിക്ക് പോയി. അപ്പൊ എനിക്ക് ദേഷ്യം വന്നു, വീട്ടിൽ പോയി. അപ്പൊ ശ്രീകാന്ത് എന്നെ വിളിക്കാൻ വേണ്ടി വന്നു. അപ്പോഴത്തേക്കും ഞങ്ങളുടെ ദേഷ്യവും പിണക്കവും ഒക്കെ മാറി ഞങ്ങൾ ഇങ്ങോട്ടേക്ക് പോന്നു. അവിടെ തീർന്നില്ല പ്രശ്നം. അപ്പോഴത്തേക്കും നമ്മുടെ ശ്രുതി പറഞ്ഞു, അയ്യോ അത് നിങ്ങൾ തമ്മിലുള്ള വിഷയം നിങ്ങൾ റൂമിൽ തീർത്താ പോരായിരുന്നു, എന്തിനാ പെട്ടി എടുത്തോണ്ട് വർഷം നീ വീട്ടിലേക്ക് പോയത്, അതുകൊണ്ടല്ലേ ഇപ്പൊ ഈ പ്രശ്നമൊക്കെ ഉണ്ടായത്. ഞാനും ശ്രുതിയും എന്തെങ്കിലും പ്രശ്നം ഉണ്ടെങ്കിൽ അത് റൂമിൽ തന്നെ തീർക്കും. വേണമെങ്കിൽ ഞാൻ എൻ്റെ അമ്മ വീട്ടിലേക്ക് പോകുന്നുണ്ടോ? ഇല്ലല്ലോ. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, പാർലർ അമ്മ വീടെന്ന് പറയുമ്പോൾ അങ്ങ് മലേഷ്യയിലല്ലേ, അവിടെ അമ്മയില്ലല്ലോ, അച്ഛനാണെങ്കിൽ അങ്ങ് ജയിലിലും, അപ്പൊ പിണങ്ങി പോയി ജയിലിൽ പോകേണ്ടി വരില്ലേ എന്ന്. ഇത് കേട്ടത് നമ്മുടെ ശ്രുതി ദേ അങ്കിളെ എന്റെ അച്ഛനെ കുറിച്ച് പറയരുതെന്ന് പറഞ്ഞ് ഇത് കണ്ട എന്റെ അച്ഛനെ കുറിച്ച് പറയുന്നേ. അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ, സച്ചി വേണ്ടാട്ടോ എന്നിങ്ങനെ. ഈ സമയത്ത് നമ്മുടെ വർഷയോട് പറഞ്ഞു രവീന്ദ്രൻ, വർഷ നീ ഇവിടെ വന്നിരുന്നേ, നിങ്ങൾ തമ്മിൽ വഴക്ക് കൂടുന്നൊന്നും ഒരു പ്രശ്നമല്ല. ദേഷ്യപ്പെട്ട് വീട്ടിലേക്ക് പോയാല് ദേ മോളുടെ അച്ഛനും അമ്മയൊക്കെ ഞങ്ങളെ കുറിച്ച് എന്ത് വിചാരിക്കും? ഈ വീട്ടില് നിനക്കൊരു പ്രശ്നം ഉണ്ടാവില്ല, നിന്നെ നന്നായിട്ട് നോക്കും എന്നൊക്കെ ആ ഒരു ഉറപ്പുള്ളത് കൊണ്ടല്ലേ അവര് വിശ്വാസത്തോടു കൂടി അവിടെ നിൽക്കുന്നത്. അയ്യോ ഞാൻ അവരോട് കംപ്ലൈന്റ് ഒന്നും പറഞ്ഞിട്ടില്ല, ഞങ്ങൾ തമ്മിൽ വഴക്ക് കൂടിയെന്ന് പോലും പറഞ്ഞിട്ടില്ല, ചുമ്മാ വന്നതെന്നാ ഞാൻ പറഞ്ഞത്. സത്യമായിട്ടും ആണോ? അങ്ങനെയാണ് മോള് പോയി പറഞ്ഞത്? അതേന്നേ, ഞാൻ അങ്ങനെയാന്നേ പറഞ്ഞത്. ഒരിക്കലും ഞാന് വഴക്കൊക്കെ ഉണ്ടാക്കിയ കാര്യം പറയില്ല. ഇത് എന്റെ ഫാമിലി അല്ലേ, നിങ്ങളെ കുറ്റപ്പെടുത്താൻ ഞാൻ ആർക്കും ഒരു അവസരം ഉണ്ടാക്കി കൊടുക്കത്തില്ല. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര ചോദിച്ചു, ഇപ്പോഴാണോ ഇത് നിന്റെ കുടുംബമായത്? ഇറങ്ങിപ്പോയപ്പോ ഇത് നിന്റെ കുടുംബം അല്ലായിരുന്നോ? രവീന്ദ്രൻ പറഞ്ഞു, എന്തായാലും അവള് പെട്ടെന്ന് വന്നില്ല ചന്ദ്ര, പിന്നെ എന്താ അവളോടൊന്ന് ക്ഷമിച്ചൂടെ? അത് പിന്നെ ശ്രീകാന്ത് വീട്ടിൽ വന്ന് കരഞ്ഞത് കൊണ്ടാ ഞാൻ പെട്ടെന്ന് ഇങ്ങോട്ടേക്ക് വന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി, അയ്യേ ആണുങ്ങളുടെ വില കളയാനായിട്ട് എന്തൊരു കഷ്ടാടാ ഇത്. അയ്യോ സച്ചേട്ടാ ഞാൻ കരഞ്ഞിട്ടൊന്നുമില്ല, സോറി പറഞ്ഞതേ ഉള്ളൂ. ദേ പിന്നെ അവനെ കൺവിൻസ് ആക്കാൻ വേണ്ടി വേറൊരു കാര്യം കൂടി ചെയ്തിരുന്നു. ദേ കണ്ടോ എന്ന് പറഞ്ഞ് മോതിരം കാണിച്ചു കൊടുക്കാണ് കേട്ടോ. ഇത് കണ്ടോ, ഇത് ഡയമണ്ടിന്റെ റിംഗ് ആണ്, ഇതെനിക്ക് അവൻ മേടിച്ചു തന്നതാ. ദേ നോക്കു ചന്ദ്രേ, ദേ ശ്രീകാന്ത് അവക്ക് ഡയമണ്ടിന്റെ റിംഗ് വരെ മേടിച്ചു കൊടുത്തേക്ക്. അവര് തമ്മിലുള്ള സ്നേഹം കാണു ചന്ദ്രേ. ദേ രേവതി കാണ് ദേ ശ്രുതി നോക്ക് എന്നും പറഞ്ഞ് നമ്മുടെ രവീന്ദ്രന് ഭയങ്കര സന്തോഷം. അപ്പം ചന്ദ്ര മോതിരമോ? വെറും മോതിരമല്ല, ഡയമണ്ട് മോതിരം. ഡയമണ്ട് മോതിരമാണോ ഇത്? അതേന്നേ, ഡയമണ്ട് എന്ന് സച്ചി. അപ്പോഴത്തേക്കും ഇത് ശ്രീകാന്ത് എനിക്ക് സമ്മാനിച്ചു തന്ന വർഷ. അപ്പോഴത്തേക്കും വീണ്ടും നമ്മുടെ ചന്ദ്രയ്ക്ക് അതൊന്നും വിശ്വസിക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോഴത്തേക്ക് സച്ചി ചോദിച്ചു, ഇതെന്താടാ, ഞാൻ സാധാരണ പിളക്കം മാറ്റാൻ മുല്ലപ്പൂവും ഹലുവയും ഒക്കെയാ കൊടുക്കുന്നത്, ഇതിപ്പോ ഡയമണ്ട് കൊടുത്തില്ലേ, ഞാനും ഇനി ഡയമണ്ട് കൊടുക്കണ്ടേ? അപ്പോഴത്തേക്ക് നമ്മുടെ രേവതി പറഞ്ഞു, പേടിക്കണ്ട, എനിക്കും ഡയമണ്ട് ഒന്നും വേണ്ട, എനിക്ക് മുല്ലപ്പൂവും ആ ഹൽവയൊക്കെ തന്നെ മതി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രുതിയോട് പറഞ്ഞു, അതെ ഡയമണ്ട് മോതിരം കിട്ടാൻ മാത്രം അങ്ങനെയൊന്നും നമ്മൾ വഴക്കടയ്ക്കാറില്ലല്ലോ, പിന്നെ അല്ലെങ്കിൽ ഇപ്പൊ മേടിച്ചു തരും ശ്രുതി. ഞാൻ പ്ലാൻ ചെയ്തിട്ടുണ്ടെന്നേ എന്നൊക്കെ പറഞ്ഞ് അവർ രണ്ടുപേരും കൂടെ ചെറിയൊരു വഴക്കാവാണ്. അപ്പോഴത്തേക്ക് നമ്മുടെ വർഷ ചോദിച്ചു, ചേച്ചി മോതിരം എങ്ങനെയുണ്ട്, സൂപ്പറാണോ? പിന്നെ കൊള്ളാം പക്ഷേ സൂപ്പർ അല്ലേ? അപ്പോഴത്തേക്ക് നമ്മുടെ രവീന്ദ്രൻ പറഞ്ഞു, ഇതുപോലെ സന്തോഷത്തോടു കൂടി നിങ്ങൾ എല്ലാവരും കഴിയുന്ന കണ്ടാൽ മതി. അതെ അങ്കിള്, എനിക്ക് പനി മാറിയിട്ടില്ല, ഞാൻ ഇന്ന് പോയി കിടക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നേരെ നമ്മുടെ വർഷ പോയി കിടക്കാൻ പോവാണ് കേട്ടോ. അപ്പോഴത്തേക്കും നമ്മുടെ ചന്ദ്രയ്ക്ക് ദേഷ്യം വന്നിട്ട്, ശ്രീകാന്തെ ഒന്നിങ്ങ് വന്നേ എന്നും പറഞ്ഞുകൊണ്ട് നമ്മുടെ ശ്രീകാന്തിന്റെ റൂമിലേക്ക് വിളിക്കുകയാണ്. അപ്പൊ തന്നെ ശ്രീകാന്തിന് മനസ്സിലായി നമ്മുടെ ചന്ദ്രയ്ക്ക് ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ലെന്ന്. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ പറയുകയും ചെയ്തു, ഇതൊന്നും ഇഷ്ടപ്പെട്ടിട്ടില്ല ചന്ദ്രയ്ക്ക്, എന്തിനാ വിളിച്ചോണ്ട് പോകുന്നതെന്ന് അറിയാമോ? വഴക്ക് കൊടുക്കാനോ? ഇല്ലല്ലാതെ എന്തിനാ എന്ന് നമ്മുടെ രവീന്ദ്രൻ ഇങ്ങനെ സച്ചിയോട് പറഞ്ഞപ്പോ സച്ചി ചിരിക്കാണ് കേട്ടോ. പിന്നെ കാണിക്കുന്ന നമ്മുടെ ചന്ദ്ര ശ്രീകാന്തിനോട് സംസാരിക്കുക. ചന്ദ്ര പറയുന്നത്, നിന്റെ ബുദ്ധി കെട്ടുപോയോടാ, ഞാൻ എന്താടാ നിന്നോട് പറഞ്ഞത്, നീ അവളുടെ വീട്ടിൽ പോകരുത്, കൂട്ടിക്കൊണ്ട് വരരുത്, അവളായിട്ട് വരുന്നെങ്കിൽ വരട്ടെ എന്നല്ലേ, എന്നിട്ട് നീ എന്താടാ കാണിച്ചത്? എന്ത് തേങ്ങാക്കൊലയാടാ നീ കാണിച്ചത്? അത് പിന്നെ അമ്മേ, എന്റെ വാക്ക് വില വെക്കാതെ അവളുടെ വീട്ടിൽ ചെന്ന് പുന്നാരെ വർത്താനം പറഞ്ഞ് നീ കൂട്ടിക്കൊണ്ട് വന്നല്ലേ, ഇത് ശരിയാണോ? അവളുടെ ദേഷ്യം തണുപ്പിക്കാനായിട്ട് മോതിരം മേടിച്ചു കൊടുത്തു. അയ്യോ ഇതൊക്കെ
കാണേണ്ടി വന്നല്ലോ എന്റെ ഈശ്വര. ഇതൊക്കെ കൊണ്ടാ നിന്നെ അവള് വില വെക്കാത്തത്. ഇനിയോട്ട് വില വെക്കാനും പോകുന്നില്ല. നീ ഇങ്ങനെ മുണങ്ങസ്യാന്നും പറഞ്ഞിരുന്നോ. ഭർത്താവാണ് അത്രേ, ഭർത്താവ്. എന്തൊരു ഭർത്താവാടാ. ഇനി മോതിരം കിട്ടാൻ വേണ്ടി അവള് ഇടയ്ക്കിടയ്ക്ക് നിന്നോട് പിണങ്ങി വീട്ടിൽ പോ. നീ നോക്കിക്കോ. അത്രയ്ക്ക് ശൂത്രശാലിയാണ് അവള്, ശൂത്രശാലി. അപ്പോഴത്തേക്ക് നമ്മുടെ ശ്രീകാന്ത് പറഞ്ഞു, അവളുടെ ദേഷ്യം തണുപ്പിക്കാൻ വേണ്ടിയൊന്നും അല്ല ഞാൻ മോതിരം മേടിച്ചു കൊടുത്തത്. പിന്നെ എനിക്ക് ഇച്ചിരി ക്യാഷ് കയ്യിൽ വന്നു, അപ്പൊ ഒരു ഗിഫ്റ്റ് മേടിച്ചു കൊടുത്തു. ക്യാഷ് കിട്ടിയെങ്കിൽ അത് നിന്റെ കയ്യിൽ വെക്കണം, അല്ലെങ്കിൽ അത് എനിക്ക് തരണം, അങ്ങനെയാ ചെയ്യേണ്ടത്. എന്തിനാ ഇവർക്ക് മോതിരമൊക്കെ മേടിച്ചു കൊടുത്തത്? ആവശ്യത്തിനുള്ളത് അവളുടെ അച്ഛനും അമ്മയും കൊടുക്കുന്നില്ലേ? അപ്പൊ പിന്നെ ഈ മോതിരത്തിന്റെ ആവശ്യമുണ്ടോ? ഇങ്ങനെ പോയാലേ നിന്റെ തലയിൽ കയറി അവൾ ഡാൻസ് കളിക്കും. അവളുടെ വീട്ടിൽ പോകരുത്, കാണരുത് എന്നൊക്കെ ഞാൻ പറഞ്ഞല്ലേ. പിന്നെ എന്തിനാടാ നീ പോയത്, കണ്ടത്? നീ ഞാൻ പറഞ്ഞ കേക്കത്തില്ലല്ലേ? അയ്യോ, അത് പിന്നെ ഞാന് അമ്മ വിളിച്ചു പറഞ്ഞപ്പോ പോകുന്നില്ലെന്ന് കരുതിയതാ. അമ്മ വിളിച്ചതിന് ശേഷം രേവതി അടുത്ത് എന്നെ വിളിച്ചായിരുന്നു. അവളെന്തിനാ നിന്നെ വിളിച്ചത്? അത് വേറൊന്നുമല്ല, പിണങ്ങിയിരിക്കുന്നത് നല്ലതല്ല, പോയി വർഷേനെ കൂട്ടിക്കൊണ്ട് വന്ന് ഇവിടെ താമസിപ്പിക്കണമെന്ന് എടുത്ത് എന്നോട് പറഞ്ഞു, ഉപദേശിച്ചു. അപ്പൊ പറഞ്ഞതിൽ കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നി, അതുകൊണ്ടാ ഞാൻ വിളിച്ചോണ്ട് വന്നത്. രേവതി വർഷം തമ്മിൽ മിണ്ടാറില്ലല്ലോ. അവര് തമ്മിൽ വഴക്കടിച്ച് പിണങ്ങിയിരിക്കല്ലേ. പിന്നെന്തിനാ അവര് തമ്മിൽ അങ്ങനെ സംസാരിച്ചത്? അവര് തമ്മിൽ മിണ്ടാറൊന്നുമില്ല, അതൊക്കെ ശരിയാണ്. പക്ഷെ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരുന്നു അങ്ങനെ പറഞ്ഞത്. ഓ, അപ്പൊ എനിക്ക് നിന്നോട് സ്നേഹം ഇല്ലെന്നാണോ നീ പറയുന്നത്? നിന്നോടുള്ള സ്നേഹം കൊണ്ടാ ഞാൻ നിന്നെ അവിടെ പോയി കാണരുതെന്ന് പറഞ്ഞത്. നീ ഞാൻ പറഞ്ഞത് കേട്ടില്ല. അപ്പം ആ പൂകെട്ട് നമ്മൾ പറയുന്നത് കേട്ടത് നിനക്ക് അനുസരിക്കാൻ പറ്റിയില്ലേ? അത് പിന്നെ രേവതി ചേച്ചിനെ കുറ്റം പറയാതെ ഇതിന്റെ പേരിൽ രേവതി ചേച്ചിനെ ചുമ്മാ വഴക്കുണ്ടാക്കരുത് തൊട്ട്, ഞങ്ങളുടെ നല്ലതിന് വേണ്ടിയല്ലേ രേവതി എടുത്ത് ഇതൊക്കെ പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീകാന്ത് അങ്ങ് പോയപ്പോഴത്തേക്കും, എടി നിനക്ക് ഞാൻ വെച്ചിട്ടുണ്ടടി, അപ്പൊ നീ അല്ലേടി ഇതിന് ഇടങ്കോല് നിന്നത് എന്ന് നമ്മുടെ ചന്ദ്ര ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുക. പിന്നെ കാണിക്കുന്ന സീൻ എന്ന് വെച്ചിട്ട് നമ്മുടെ രേവതി പൂ കെട്ടാനായിട്ട് പൂവൊക്കെ എടുത്തോണ്ട് വരുന്ന സമയത്തേക്കും ചന്ദ്ര ഇങ്ങ് മുമ്പിൽ വന്ന് ചാടിയില്ലേ. എടി നിന്നോട് ഞാൻ പലതവണ പറഞ്ഞിട്ടില്ലേടി, ശ്രീകാന്തിനോടും ആരോടും എന്റെ കുറ്റം പറഞ്ഞു കൊടുക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടില്ല, നീ ധിക്കാരം കാണിക്കരുതെന്ന്. അയ്യോ, അതെന്താ അങ്ങനെ പറയുന്നത് അമ്മ? ഞാനതിനൊന്നും ചെയ്തില്ലല്ലോ. പിന്നെ നീയല്ലേ ഫോൺ വിളിക്കാൻ വേണ്ടി അവനോട് പറഞ്ഞത്, എന്തിനാണ് നീ ആ വിഷയത്തിൽ ഇടപെടുന്നത്? അത് പിന്നെ എന്റെ അമ്മയെ ഞാന് എന്റെ മോനെ ആ വീട്ടിൽ പറഞ്ഞയപ്പിച്ച് കാല് പിടിച്ചേക്ക. എന്റെ കുടുംബത്തിന്റെ മാനം പോയില്ലേ. അയ്യോ അമ്മേ, ഭാര്യയോട് സോറി പറഞ്ഞിട്ടുണ്ടെ മാനം പോവോ? വർഷ അന്യൊന്നുമല്ലല്ലോ, വർഷ ഈ വീട്ടിലെ കുട്ടി തന്നെയല്ലേ, അപ്പൊ എങ്ങനെ മാനം പോകുന്നത്? അവര് തമ്മിലെ പ്രശ്നം ഞാൻ പരിഹരിക്കുമായിരുന്നു, നീ എന്തിനാ നീ ഇടപെട്ടത്? നീ ഇടപെടേണ്ട കാര്യം ഉണ്ടായിരുന്നോ? ആ പ്രശ്നം പരിഹരിക്കാനല്ല, കൂടുതലേ പ്രശ്നം ഉണ്ടാക്കാനാ അമ്മ നോക്കിയത്, അതുകൊണ്ടാ ഞാൻ ഇടപെട്ടത്. കുറെ കാലമായിട്ട് നീ തുടങ്ങിയിട്ട് എന്റെ സൈഡാക്കിയിട്ട് നീ പല കാര്യങ്ങളിലും ഇടപെടുന്നുണ്ട് ഈ വീട്ടിലെ സ്ഥാനം പിടിച്ചു പറ്റാന്. അമ്മേ, നല്ലതിന് വേണ്ടിയല്ലേ ഞാനിത് ചെയ്തത്. ഇപ്പൊ തന്നെ നോക്കിക്കേ, വർഷന്റെ ശ്രീകാന്തിന്റെ പിണക്ക് മാറിയില്ലേ, അവര് സന്തോഷമായില്ലേ. അവരുടെ മുഖത്ത് സന്തോഷം കണ്ടിട്ട് എങ്ങനെയാ നമുക്ക് ഇതൊക്കെ പറയാൻ തോന്നുന്നത്? ഇനി മേലാല്. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയും അതുപോലെ, അല്ല ചന്ദ്രയല്ല, രവീന്ദ്രനും സച്ചി ഇത് കേട്ടോണ്ട് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ ഇങ്ങ് വന്നിട്ട്, ചന്ദ്ര, രേവതി മോളൊരു നല്ല കാര്യമല്ലേ ചെയ്തത്? അതുകൊണ്ടല്ലേ ഇപ്പം വർഷയും ശ്രീകാന്തും ഇവിടെ നിൽക്കുന്നത്. അത് ചെയ്തില്ലായിരുന്നെങ്കിൽ ഇവിടെ വലിയ പ്രശ്നമായേനെ. ശ്രീകാന്തിന് സമാധാനം ഉണ്ടാവുമായിരുന്നോ? ഇല്ലല്ലോ. ആളിക്കത്തുന്ന തീയാ ഇപ്പൊ രേവതി മോള് ആളച്ചത്. അതെ, നല്ലതാ. എന്റെ കഷ്ടം, എന്റെ പൊന്നി ചന്ദ്ര, നീ ഇങ്ങനെ കിടന്ന് പ്രശ്നം ഉണ്ടാക്കുന്നത്. അപ്പോഴത്തേക്ക് നമ്മുടെ സച്ചി പറഞ്ഞു, അച്ഛ, അമ്മയുടെ മനസ്സിൽ ചില പ്ലാൻ ഉണ്ടായിരുന്നു. രേവതി കാരണം അതൊന്നും നടന്നില്ല. അതിന്റെ വയറ്റിലിരിച്ചില്ല. പാവം തോറ്റുപോയി, തൊപ്പിയിട്ട് നിൽക്കുക. അപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്ര, പിന്നെ അങ്ങനെയൊന്നും അല്ലെന്ന്. അപ്പൊ നമ്മുടെ രേവതി, നീ ഇതൊന്നും കാര്യമാക്കണ്ട കേട്ടോ. അതെ 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 അച്ഛൻ പറഞ്ഞാ ശരി. രേവതി, ഇതൊന്നും കാര്യമാക്കണ്ട. ഈ ചെവി കൂടെ കേട്ട് ആ ചെവി കൂടെ കളയണം. ആരൊക്കെ എന്തൊക്കെ പറഞ്ഞാലും ഈ വീടിന്റെ ഐശ്വര്യം രേവതി നീ തന്നെയാ. നീ ഇങ്ങോട്ടേക്ക് വന്നേ മോളെ എന്ന് പറഞ്ഞ് രേവതിനെ വിളിച്ചുകൊണ്ട് സച്ചി കൈ പിടിച്ച് അങ്ങ് അകത്തേക്ക് കയറി പോവാണ് കേട്ടോ. ഈ സമയത്ത് ചന്ദ്രയ്ക്ക് ദേഷ്യം വരിക. അപ്പൊ നമ്മുടെ രവീന്ദ്രൻ അവിടെ നിപ്പുണ്ടായിരുന്നു. രവീന്ദ്രൻ പറഞ്ഞു, ഒരമ്മയായി നീ ചെയ്യേണ്ട കാര്യമാ രേവതി മോള് ചെയ്തത്. അവരവര് കുടുംബത്തോട് സന്തോഷത്തോടു കൂടിയല്ലേ ജീവിക്കേണ്ടത്. അവർക്കിടയിൽ ചെറിയ പ്രശ്നങ്ങൾ വലുതാക്കിയിട്ട് അവരെ പിരിക്കാനും തിരിക്കാനൊന്നും നോക്കരുത്. അമ്മയാണ് അത്രേ അമ്മ. എന്തൊരു അമ്മയാടി നീ. അത് പിന്നെ രവിയേട്ടാ, നീ കൂടുതലൊന്നും പറയണ്ട. നീ പ്രായം ഇത്രയൊക്കെ ചെന്നില്ല, ഇനിയെങ്കിലും നിനക്കൊന്ന് ഇതൊക്കെ നിർത്തിക്കൂടെ എന്നും പറഞ്ഞ് ചുമ്മാ വഴക്ക് പറഞ്ഞു കേട്ടോ. ഇത് കേട്ടപ്പോഴത്തേക്ക് നമ്മുടെ ചന്ദ്രയ്ക്ക് നാണം കെട്ടുപോയിട്ട് വേണ്ടായിരുന്നു എന്ന് തോന്നിപ്പോയി. ഏതായാലും പിന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, നമ്മുടെ രേവതി കിച്ചണിൽ നിൽക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചിനെ എങ്ങനെയെങ്കിലും മയക്കി കിടത്തിയിട്ട് ഫോൺ എടുക്കാനായിട്ട് എന്തോ ഒരു പൊടിയായിട്ട് വർഷ വരികയാണ് കേട്ടോ. ആ വർഷ ആ ഒരു പൊടി പാലിലോ വെള്ളത്തിലോ കലർത്തിയിട്ട് നമ്മുടെ സച്ചിക്ക് കൊടുക്കാനാണ് തീരുമാനിച്ചിരിക്കും. അപ്പൊ രേവതി അവിടെ നിൽക്കുമ്പോൾ പറ്റത്തില്ല. അപ്പൊ അതുകൊണ്ട് തന്നെ നമ്മുടെ രേവതിനെ മാറ്റാനായിട്ട് ഒരു ചെറിയ ട്രിക്ക് നമ്മുടെ ശ്രുതി ചെയ്യുക. വേറൊന്നുമല്ല,
നമ്മുടെ രേവതിനെ അവിടെ നിന്ന് ഒഴിവാക്കാനായിട്ട് എന്തോ ഒരു തുണി അയേ കിടപ്പുണ്ടെന്നും അവിടെ എന്തോ അയയിൽ കിടക്കുന്ന തുണി താഴെ വീണെന്നോ അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് വെറുതെ നുണക്കഥ ഉണ്ടാക്കിയിട്ട് രേവതിനെ അവിടുത്തെ പറഞ്ഞയക്കുക. അപ്പൊ നമ്മുടെ സച്ചിക്ക് കൊടുക്കാനുള്ള പാലാണ് അവിടെ പ്രിപ്പയർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. നമ്മുടെ രേവതി എന്ത് ചെയ്യുന്നു? ആ കയ്യിലിരിക്കുന്ന പൊടി ആ പാലില് ഇടാൻ വേണ്ടിയുള്ള നമ്മുടെ ശ്രുതിയുടെ തന്ത്രമായിരുന്നു. അങ്ങനെ നമ്മുടെ രേവതി ഇത് കേട്ടതും ആ തുണി എടുത്ത് മാറ്റാൻ വേണ്ടി പോയി കേട്ടോ. എന്തോ വെള്ളത്തിൽ വീണെന്നൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് അതെടുത്ത് മാറ്റാൻ വേണ്ടി അങ്ങ് പോയി. അപ്പോഴത്തേക്ക് എന്ത് ചെയ്തു? ആ കയ്യിലിരുന്ന പൊടി മുഴുവനും നമ്മുടെ ശ്രുതി ആ പാലിലേക്ക് അങ്ങ് കലർത്തുകയാണ്. പാലിൽ കലർത്തിയിട്ട് നമ്മുടെ ശ്രുതി അങ്ങ് പെട്ടെന്ന് അങ്ങ് പോയി കേട്ടോ. പിന്നെ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവത്തില്ലല്ലോ. ഈ സമയത്താണ് നമ്മുടെ സുതിച്ചേട്ടന് ഭയങ്കര പരവേശവും ദാഹമൊക്കെ. അപ്പൊ എന്ത് ചെയ്തു? സുതി നേരെ അടുക്കളയിൽ പോയപ്പോഴത്തേക്കും ദേ ഇരിക്കുന്ന പാല്. ആ പാൽ എന്ത് ചെയ്തു? നമ്മുടെ സൂതി അങ്ങോട്ട് കൂമ അങ്ങോട്ട് കുടിച്ചു. നമ്മുടെ സൂതി കുടിച്ചിട്ട് അങ്ങ് പോയി കേട്ടോ. ഇത് അറിയുന്നോ നമ്മുടെ ശ്രുതി ഭർത്താവാണ് താൻ കലക്കി വെച്ച് ആ പാലെടുത്ത് കുടിച്ചതെന്ന്. അത് കുടിച്ചു കഴിഞ്ഞാൽ ബോധം കെട്ടുപോയി കിടന്ന് ഉറങ്ങേണ്ട ഒരു അവസ്ഥ വരും. അപ്പൊ ആ അവസ്ഥ നമ്മുടെ ശ്രുതിക്കാണ് വരുന്നത്. പക്ഷെ ഇത് നമ്മുടെ ശ്രുതി അറിയുന്നൊന്നുമില്ല കേട്ടോ. കുറച്ച് കഴിഞ്ഞപ്പോഴത്തേക്ക് നമ്മുടെ രേവതി കിച്ചണിൽ ചെന്ന് നോക്കിയപ്പോൾ പാല് കാണുന്നില്ല. അപ്പം രേവതി എന്ത് ചെയ്തു? വേറെ കുറച്ച് പാലെടുത്ത് തിളപ്പിച്ച് നമ്മുടെ സച്ചിക്ക് കൊണ്ടുവന്ന് കൊടുക്കുകയാണ്. അങ്ങനെ സച്ചിക്ക് പാല് കൊണ്ടുവന്ന് കൊടുക്കുന്നതും സച്ചി ഇപ്പം ബോധം കെട്ട് കിടന്ന് ഉറങ്ങുന്നതും ഒക്കെ നോക്കിയിരിക്കുകയാണ് നമ്മുടെ ശ്രുതി മേഡം. ഏതായാലും ബോധം കെട്ട് കിടന്ന് തന്റെ ഭർത്താവാണ് റൂമിൽ കിടന്ന് ഉറങ്ങുന്നതെന്ന് മനസ്സിലാക്കുന്നില്ല കേട്ടോ. ഏതായാലും ഈ സമയത്ത് പാലൊക്കെ കൊണ്ടുപോയി കുടിക്കാൻ വേണ്ടി കൊടുത്തു. നമ്മുടെ സച്ചി പാല് കുടിച്ചോണ്ടിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ സച്ചി പറഞ്ഞു, ഏത് പെണ്ണാല്ലേ സ്വർണത്തിൽ വീഴാത്തത്? അതുകൊണ്ടാണല്ലോ നമ്മുടെ വർഷ സ്വർണത്തിൽ വീണത്. ഏത് പെണ്ണും സ്വർണത്തിലും ഡയമണ്ടിലും ഒക്കെ വീഴുന്നാണോ എന്റെ സച്ചേട്ടൻ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? അങ്ങനെയൊന്നും അല്ല. ഓ പിന്നെ ശ്രീകാന്ത് ഡയമണ്ട് മോതിരം കൊടുത്തോണ്ടല്ലേ വർഷ വന്നത്? അതുകൊണ്ടൊന്നും അല്ല. സ്വർണവും ഡയമണ്ട് ഡ്രസ്സും ഒക്കെ കണ്ടു മയങ്ങുന്നവരാണ് പെണ്ണുങ്ങളെന്നേ ആണുങ്ങൾ വിചാരിച്ചു വെച്ചിരിക്കുന്നത്. ഒരിക്കലും പെണ്ണുങ്ങൾക്ക് അതിനോടുള്ള ആർത്തിയൊന്നും ഇല്ല. പിന്നെ സ്വർണ്ണക്കടക്കാരും തുണിക്കടക്കാരും ഒക്കെ അങ്ങോട്ടേക്ക് ചെന്ന് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളെ കണ്ടിട്ട് എന്താ അവിടെ കാണിച്ചു കൂട്ടുന്നത് നിങ്ങള്? പിന്നെ കല്യാണം കഴിക്കുമ്പോ ഇത്ര സ്വർണം വേണം, ഇന്ന സ്വർണം വേണമെന്നൊന്നും ഒരു പെണ്ണും പറയാറില്ല. എല്ലാവരും ചേർന്ന് അവരെ നിർബന്ധിച്ച് അണിയിക്കുന്നത് ഓരോ നാട്ടു നടപ്പ്, അല്ലാതെ എന്താ ഇതിന് പറയാ? പക്ഷെ എല്ലാ കുറ്റവും പെണ്ണുങ്ങൾക്ക് ലാസ്റ്റ്. നിങ്ങൾ ആണുങ്ങൾ പിന്നെ മാന്യന്മാരാണല്ലോ. പിന്നെ നീ എന്താ പെണ്ണുങ്ങൾക്ക് വേണ്ടി വാദിക്കുന്ന പെൺസിംഹമോ എന്നൊക്കെ ചോദിച്ചപ്പോഴത്തേക്കും അതെ, ഞാനൊരു ചെറിയ പെൺസിംഹം തന്നെയാ. ഞങ്ങൾക്ക് ഒന്നിനോട് ആർത്തിയൊന്നുമില്ല. പിന്നെ ആർത്തിയില്ലാത്തൊരു സാധനം. എനിക്ക് ആർത്തിയില്ല. നിങ്ങൾ ദിവസവും ആർത്തിയോട് കൂടി കയറുന്ന ഷോപ്പിന്റെ പേര് ഞാൻ പറയണോ സച്ചിയേട്ടാ എന്ന് ചോദിച്ചപ്പോഴത്തേക്കും അയ്യോ വേണ്ട വേണ്ട, പറഞ്ഞു 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 കൊടുക്ക, അവിടെ വരെ എത്തിയല്ലേ. ഇനിയിപ്പം കിടക്കുന്നത് നല്ലത്, കൂടുതൽ പറയണ്ട. മദ്യഷോപ്പ് ഞാൻ വ്യക്തമായിട്ട് പറയാം. ഞങ്ങൾ വല്ലപ്പോഴും മാത്രം സ്വർണ്ണക്കടയിലും തുണിക്കടയിലും കയറുന്നത്. നിങ്ങൾ പിന്നെ ദിവസവും കയറി ഇറങ്ങി നടക്കുകയല്ലേ. എന്റെ പൊന്നു രേവതി ഒന്ന് ക്ഷമിക്ക്, ഞാൻ കിടക്കാൻ പോവാന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ സച്ചി കിടന്നതും കണ്ടു, ഉറങ്ങുന്നതും കണ്ടു. അപ്പോഴത്തേക്കും ആണെങ്കിൽ നമ്മുടെ സച്ചിക്ക് പാല് കുടിച്ചില്ല കേട്ടോ ഈ ഒരു സമയത്ത്. അപ്പൊ സച്ചിയോട് പാല് കുടിക്കാൻ പറഞ്ഞപ്പോഴത്തേക്കും എനിക്ക് പാലൊന്നും വേണ്ടാന്ന് പറഞ്ഞിട്ട് നമ്മുടെ സച്ചി കിടക്കാണ് കേട്ടോ. വയറ് നിറഞ്ഞു എന്നും പറഞ്ഞ്. ഏതായാലും നമ്മുടെ സുതി പാല് കുടിച്ച് മണ്ടേ കിടന്ന് ഉറങ്ങുന്നുണ്ട്. അപ്പൊ നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാൻ എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നത്. അതോടൊപ്പം ഈ ഒരു വിശേഷമൊക്കെ കാണിച്ചിട്ടാണ് ഇന്നത്തെ വിശേഷം അവസാനിക്കുന്നത്. അപ്പൊ എല്ലാവരും കാത്തിരിക്കുക. അടുത്ത വിശേഷം നമ്മുടെ നയനയുടെയും ആദർശിന്റെയും കഥയാണ്. അതുമായിട്ട് ഇനി ഇപ്പം വരുന്നതായിരിക്കും കേട്ടോ. നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണം. അതിനോടൊപ്പം ലൈക്ക് ചെയ്യണം, ഹൈപ്പ് ചെയ്യണം. അതിനോടൊപ്പം നിങ്ങളുടെ കൂട്ടുകാർ ഇതുപോലെ വീഡിയോസ് ഒക്കെ കാണുന്നവരാണെങ്കിൽ ഒന്ന് ഷെയറും കൂടെ ചെയ്ത് കൊടുക്കണം. അത് നമുക്ക് വലിയൊരു സപ്പോർട്ട് തന്നെയാണ്. നമ്മളെ യൂട്യൂബ് റെക്കമെൻഡേഷൻ ലിസ്റ്റിലേക്ക് കയറ്റി വരണമെങ്കിൽ നിങ്ങളുടെ ലൈക്ക് തന്നെയാണ് കേട്ടോ. അപ്പൊ അതാണ് നിങ്ങളുടെ ആദ്യമേ തന്നെ നമ്മൾ പറയുന്നത്. വീഡിയോ കാണുമ്പോൾ ഒന്ന് ലൈക്ക് ചെയ്യണം. പിന്നെ കുറെ പേർക്ക് കുറെ ധാരണയുണ്ട് നമ്മൾ വെറുതെ വന്നിരുന്ന് ഇങ്ങനെ പറയുന്നതാണെന്നൊക്കെ. പക്ഷെ അല്ല കേട്ടോ, നമ്മൾ ഇത് വെറുതെ വന്നിരുന്ന് പറയുന്നതല്ല. നമ്മൾക്ക് രാവിലെ കുറെ പണികളൊക്കെ ഉണ്ട്. അതിനിടയിൽ നമ്മൾ ഇത് ചെയ്തുകൊണ്ട് നമ്മൾ ഇഷ്ടപ്പെടുന്ന സബ്സ്ക്രൈബേഴ്സ് അവർക്ക് കേൾക്കാൻ വേണ്ടി അവർ അതിലൂടെ കേൾക്കുന്നതിലൂടെ നമുക്കൊരു ചെറിയ വരുമാനം കിട്ടുന്നുണ്ട്. അത് കിട്ടുന്നില്ലെന്നല്ല എങ്കിൽ പോലും അപ്പം നമുക്കതിൻ്റെ ഒരു എഫർട്ട് ഉണ്ട്. നമ്മൾ ഈ വീഡിയോ കാണുന്നു, എഡിറ്റ് ചെയ്യുന്നു, അങ്ങനെ ഒത്തിരി പരിപാടി ഉണ്ട് കേട്ടോ ഇതിൻ്റെ പിന്നിൽ. അപ്പം വെറുതെ ഇരുന്നൊന്നും നമ്മൾ വീഡിയോ ചെയ്യുന്നതല്ല. അപ്പോൾ ടാറ്റ ബൈ ബൈ, ഞാൻ പോവുകയാണ്. ലൈക്ക് അടിക്കാൻ മറക്കരുതേ.